നെല്ല് ചീകുന്ന ഒരു പ്രൊസീജിയറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലത്ത് നല്ലൊരു സവറ അല്ലെങ്കിൽ ഒരു താർപ്പായി വിരിച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ നെല്ല് മൊത്തം പരത്തിയിട്ടുണ്ട്. പരത്തുന്ന ആ ഒരു പ്രൊസീജിയറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രാക്ടറിൽ വന്നിട്ട് ഒരുമിച്ച് കൂട്ടിയിടുകയാണ് ചെയ്യുക. ഇത് രാവിലെ ഇതുപോലെ പരത്തിയിടും, വൈകിട്ട് അവരെന്ത് ചെയ്യും, ആ താർപ്പായി മടക്കിയിട്ട് ഒരു കൂമ്പാരം പോലെ ആക്കി വെക്കും. ഒരാൾ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ അടുത്ത ആൾ നടക്കുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ അടുത്ത ആൾ നടക്കുന്നുണ്ട്. അവർ കാലുകൊണ്ടാണ് അതിങ്ങനെ ചീകുന്ന ആ ഒരു പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ അനന്തപുരം എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുമ്പോൾ നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ഇവിടെയൊക്കെ റോഡ് പണികൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടെല്ലാം തന്നെ റോഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. മുന്നിലേക്കൊക്കെ നോക്കുമ്പോൾ സ്ത്രീകളാണ് കൂടുതലും എല്ലാ മേഖലയിലും വർക്ക് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പുരുഷന്മാരെല്ലാം ചെയ്യുന്ന ജോലികളെല്ലാം തന്നെ ഇവിടെ സ്ത്രീകളും ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിനെ പറ്റിയിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് മാറ്റിമറിക്കുന്നത്. ഈ കാണുന്നതൊക്കെ വില്ല പ്രൊജക്റ്റുകളാണ്, ഒരേ രീതിയിലുള്ള ഒരുപാട് വീടുകൾ. ഇങ്ങനത്തെ പ്രൊജക്റ്റുകൾ ഇവിടെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടിരുന്നത് ഇതുപോലത്തെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സംഗതികൾ ഫ്ലോട്ട് തിരിച്ച ഏരിയകൾ മാത്രമായിരുന്നു എങ്കിൽ ഇവിടെ ഫ്ലോട്ട് തിരിച്ച് വീട് കയറ്റിയിട്ട് അത് ഒരാൾക്ക് കൈമാറുന്ന ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളിലായി നമ്മൾ കാണുന്നത്. അതും അപ്ഡേറ്റ് ആയിട്ടുള്ള വീടുകളാണ് മൊത്തത്തിൽ കാണുന്നത് എന്നുള്ളതാണ്. നമ്മൾ സെർച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ, ഹൗസിൽ നിന്ന് സെർച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ വെബിലെല്ലാം വരുന്ന വീടുകൾ അതേ കണ്ടീഷനിൽ അത് റീക്രിയേഷൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ വേറൊരു രസം നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഫീൽ ചെയ്യണേ. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ കാറ്റാടി യന്ത്രങ്ങളുള്ള വേറൊരു മല നമുക്ക് കാണാൻ സാധിച്ചേ. ചുറ്റുപുറം നല്ല കൃഷിപ്പാടങ്ങൾ തന്നെയാണ്. അങ്ങ് അകലെ കണ്ണെത്താ ദൂരം വലിയൊരു കമ്പനി കാണാൻ സാധിക്കുന്നുണ്ട്. ആ കമ്പനിയുടെ വിവിധ തരം ഭാഗങ്ങളാണ് ആ കാണുന്ന വെള്ള നിറത്തിലൊക്കെ ഉള്ളത്. റോഡല്ല. ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ച് പോയി റോഡായിരിക്കുമെന്ന് ആ വെള്ള ലൈൻ ഇങ്ങനെ പോകുന്നത്. പിന്നീട് അടുത്തേക്ക് ചെന്നപ്പോഴാണ് അത് സീറ്റ് ഇട്ടിട്ടുള്ള ഒരു എൻട്രൻസ് ഏരിയ പോലത്തെ ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏക്കറക്കണക്കിനാണ് ആ പരന്ന് കിടക്കുന്ന കമ്പനി എന്നുള്ളതാണ്. ഇവിടങ്ങളിലൊക്കെ ഒരുപാട് നല്ല നല്ല കമ്പനികൾ, അതുപോലെ നല്ല നല്ല സ്ഥാപനങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് മെച്യൂരിറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും എന്തുകൊണ്ട് ഇതുപോലെ നല്ല നല്ല കമ്പനികൾ വരുന്നില്ല, അല്ലെങ്കിൽ ജോലി സാധ്യതകൾ തുറക്കുന്നില്ല എന്നുള്ളതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു മലനിരകളിലേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ആ ഒരു കാറ്റാടി യന്ത്രത്തിൻ്റെ ലീഫ് ഇങ്ങനെ തിരിയുന്നുണ്ട്. ആ ഒരു കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു ലീഫിന് 180 മീറ്ററോളം നീട്ടം വരും എന്നുള്ളതൊക്കെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു കമ്പനിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ കൊച്ചു ടൗണാണ്.